എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ നിങ്ങളോടുള്ള സ്നേഹം സത്യമാണോ എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഇതുപോലുള്ള വീഡിയോകൾ ഞങ്ങൾ കൂടുതൽ നൽകാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പ്രചോദനം അനുസരിച്ചാണ്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്. 2 ഫയലുകളിൽ ഇഷ്ടമുള്ള ഒരു ഫയൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നമുക്ക് ആദ്യം കുറുക്കൻ എന്ന ഫയൽ തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിങ്ങിലേക്ക് പോകാം. ആ വ്യക്തിയുടെ സ്നേഹം, നിങ്ങളോടുള്ള സ്നേഹം സത്യമാണോ എന്നാണ് നാം നോക്കുന്നത്. നിങ്ങളുടെ വ്യക്തി സൂത്രശാലിയായ ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ വ്യക്തി സ്ത്രീയായാലും പുരുഷനായാലും തൻ്റെ ജീവിതത്തിൽ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് കഴിവുള്ള, തൻ്റെ ജീവിതത്തിൽ തന്ത്രപരമായ നിലപാടുകൾ പല കാലഘട്ടത്തിൽ എടുത്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ഏത് പ്രതികൂല സാഹചര്യത്തെയും തൻ്റെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനും അതിജയിക്കാനും കഴിവുള്ളൊരു വ്യക്തിയാണ്. ഏത് പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആർജവം ആ വ്യക്തിക്ക് ജന്മനാൽ തന്നെ സിദ്ധിച്ചിട്ടുണ്ട്. ഒരു കാര്യത്തിലും പെട്ടെന്ന് അഭിപ്രായ പ്രകടനം ചാടിപ്പടഞ്ഞ് പറയുന്ന വ്യക്തിയല്ല. പറഞ്ഞത് പിൻവലിക്കുകയുമില്ല. പറയുന്നത് അതീവ ബുദ്ധിയോടുകൂടി മാത്രമേ പറയുകയുള്ളൂ. പല കാര്യത്തിലും ആ വ്യക്തിയുടെ അഭിപ്രായം എന്താണെന്ന് പോലും ആ വ്യക്തി പലരോടും പറയാറില്ല. അങ്ങനെ നിങ്ങളോട് സ്നേഹമുള്ള ഒരു വ്യക്തി തന്നെയാണ് ആ വ്യക്തി. പക്ഷെ പലപ്പോഴും ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ അങ്ങോട്ട് സ്നേഹിക്കുന്നത് പോലെയുള്ള ഒരു പെരുമാറ്റവും സ്നേഹവും നിങ്ങൾക്ക് കിട്ടാറില്ല. ഒന്നുകിൽ ആ വ്യക്തി ബുദ്ധി നടിച്ച് നിങ്ങൾ പറയുന്നതിന് മറുപടി പറയാതിരിക്കും, അല്ലെങ്കിൽ ആ വ്യക്തി ഇതിലും വലുത് മറ്റെന്തോ ഉണ്ടെന്നുള്ളൊരു ഭാവത്തിൽ നിൽക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന പല സംസാരങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടി കിട്ടാതിരിക്കുമ്പോഴും ഈ വ്യക്തി എന്നെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള സംശയം പോലും നിങ്ങൾക്കുണ്ടാകും. എന്താണ് ഈ വ്യക്തിയുടെ മനസ്സിലുള്ള യഥാർത്ഥ ചിന്ത എന്നൊക്കെ നിങ്ങൾക്ക് പലപ്പോഴും അറിയാൻ കഴിയാതെയും പോകുന്നു. അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ ഈ വ്യക്തിയെക്കുറിച്ച് ചില തെറ്റായ ധാരണകൾ ഉണ്ടാകുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടക്കുറവില്ല. നിങ്ങളെ ഇഷ്ടപ്പെടുന്നതിൽ നിന്നും ആ വ്യക്തി അനുനിമിഷം പിന്മാറ്റിക്കൊണ്ടിരിക്കുന്ന ചില ആളുകളുടെ നിലപാടുകൾ മൂലം എല്ലാം തുറന്ന് സമ്മതിക്കാൻ കഴിയാത്തത് കൊണ്ട് ബുദ്ധിപരമായി അത് മറച്ചു വെക്കുന്നതാണ്, സ്നേഹം പ്രകടിപ്പിക്കാത്തതാണ്. ആ വ്യക്തിയുടെ മനസ്സിൽ സ്നേഹമുണ്ട്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആ വ്യക്തി റൊമാൻറ്റിക് അല്ല. ആ വ്യക്തിയുടെ ജീവിതത്തിൽ മറ്റ് ദൗത്യങ്ങളുള്ളതുകൊണ്ട് ആ വ്യക്തിക്കത് കാണിക്കാനും കഴിയുന്നില്ല. ബുദ്ധി കൂടുതലുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ സ്നേഹപ്രകടനങ്ങൾ മനഃപൂർവ്വം മറച്ചു വെക്കുകയും ചെയ്യുന്നു. നമുക്കിനി രണ്ടാമത്തെ നായ എന്ന ഫയൽ സ്വീകരിച്ചൊരു റീഡിങ്ങിലേക്ക് പോകാം. ഉള്ളിലുള്ള സ്നേഹം മുഴുവനും ഏത് നിമിഷവും നിങ്ങളോട് കാണിക്കുന്ന വ്യക്തിയാണ്. പലപ്പോഴും നിങ്ങൾക്ക് മടുപ്പ് തോന്നിയിട്ടുണ്ട് ആ വ്യക്തിയുടെ സ്നേഹപ്രകടനം കണ്ടിട്ട്. ഇതെന്താണ്, എപ്പോഴും ഇങ്ങനെ തന്നെയാണോ? ഇതെന്താണ്, ഇത്തരം നിലപാടുകൾ മാത്രമേ ഇദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഇവരുടെ കയ്യിലുള്ളൂ എന്ന് നിങ്ങൾ മടുപ്പോടെ പറയും. എത്ര നിങ്ങളെ സ്നേഹിച്ചാലും, എത്ര നിങ്ങളെ ഇഷ്ടപ്പെട്ടാലും, എത്ര നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിച്ചാലും മതിയാകുന്നില്ല ആ വ്യക്തിക്ക്. പലപ്പോഴും മറ്റുള്ളവർ നിങ്ങളോട് അസൂയ പൂണ്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് എത്ര സ്നേഹമാണ്, എത്ര സ്നേഹപ്രകടനങ്ങൾ നടത്തുന്നു. സ്വന്തമായിട്ട് ആ വ്യക്തിക്കൊരു നിലപാട് ഇല്ലാതെ പോയതും നിങ്ങളോടുള്ള അമിത സ്നേഹം മൂലമാണ്. സ്വന്തമായിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിനക്കൊരു നിലപാടില്ലേ എന്ന് പറഞ്ഞ് പലപ്പോഴും നിങ്ങൾ ആ വ്യക്തിയെ കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ ആ വ്യക്തിയുടെ നിലപാടില്ലായ്മ വരാനുള്ള കാരണം നിങ്ങളെ പരിധികളില്ലാത്ത സ്നേഹിച്ചതിൻ്റെ ഫലമായിട്ടാണ്. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും അതിജീവിച്ചുകൊണ്ട്, ഒരുപാട് പ്രശ്നങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെട്ടതും സ്നേഹിച്ചതും നിങ്ങൾക്ക് വേണ്ടി നിലപാടെടുത്തതും ഒക്കെ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ആരുടെ മുമ്പിലും നിങ്ങളോടുള്ള ഇഷ്ടം ആ വ്യക്തി മറച്ചു വച്ചിട്ടില്ല.
ഞാൻ എൻ്റെ വ്യക്തിയെ സ്നേഹിക്കുന്നത് ഈ ലോകത്തോട് മുഴുവൻ തുറന്നു പറയാനും ആ വ്യക്തിക്ക് മടിയുണ്ടായിരുന്നില്ല. അതിന് ഞാൻ ആരെ ഭയപ്പെടണമെന്നാണ് ആ വ്യക്തി എപ്പോഴും പറഞ്ഞിരുന്നത്. മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി ഏത് അപകടാവസ്ഥയെയും സ്വയം ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നൊരു വ്യക്തിയാണ്. ജീവിതത്തിൽ എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയും ആത്മാർത്ഥതയുടെ കലവറകളില്ലാത്ത ഭാവവും ചിന്തയും പ്രവൃത്തിയും ഒക്കെ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിരുന്നു. പലപ്പോഴും നിങ്ങളുടെ ഒരു കാവൽ നായയെപ്പോലെയായ ആ വ്യക്തി, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായാൽ, നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ടാക്കിയാൽ അതൊന്നും സഹിക്കാനുള്ള കരുത്ത് ആ വ്യക്തിക്കുണ്ടായിരുന്നില്ല. വൈകാരികമായി പോലും നിങ്ങളോടുള്ള സ്നേഹം ആ വ്യക്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവസാനം നിങ്ങൾക്കൊരു ശല്യമാണെന്ന് നിങ്ങൾ തന്നെ പലപ്പോഴും ആ വ്യക്തിയോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ്. ആ സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഇനിയൊന്നും അറിയാനില്ല, നിങ്ങൾ ഇനിയൊന്നും അറിയേണ്ടതില്ല എന്നതാണ് സത്യം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.